നമുക്കിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു നല്ലൊരു ഗ്രീൻ പീസ് കറിയും പാലപ്പമായാലോ. നമുക്ക് ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ, മറക്കല്ലേ. ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റും ചെയ്യണം. അപ്പം തലേദിവസം കുതിർക്കാൻ വെച്ച ഗ്രീൻ പീസാണ്, 1/4 കിലോ ഗ്രീൻ പീസാണ്. അത് രാവിലെ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്യണം. നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് പിന്നെ കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ഗ്രീൻ പീസ് വാരിയിടണം. വാരിയിട്ടതിന് ശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതേ അളവിൽ തന്നെ 1/2 സ്പൂൺ ഉപ്പും കൂടെ ഇടണം. കാരണം ഗ്രീൻ പീസിലൊക്കെ ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയായിരുന്നു. അതിലേക്ക് ഗ്രീൻ പീസിൻ്റെ ആ അളവിൽ തന്നെ നേരെ ലെവലിൽ കിടക്കുന്ന പോലെ വെള്ളം ഒഴിക്കണം. ഒത്തിരി ഗ്രീൻ പീസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെവലിൽ വെള്ളം ഒഴിച്ച് ഇടണം. എന്നിട്ട് ഒരു 7 ഫിസിലടിക്കാൻ വേണ്ടി നമുക്ക് വെച്ചേക്കാം. അത് ഫിസിലടിക്കുമ്പോഴത്തേക്ക് ബാക്കി നമുക്ക് നോക്കാം. തേങ്ങ നമ്മൾ അരമുറി ചിരവിയത്, അതിലേക്ക് ഇച്ചിരി ജീരകം ഇട്ട് ലേശം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒരു തരി പോലില്ലാതെ പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കണം. അതൊരു 2-3 അടിക്കുമ്പോഴത്തേക്ക് നല്ലപോലെ കിട്ടും. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് എടുത്ത് ആറാൻ വെച്ചു. പിന്നെ ബാക്കിയുള്ളത് നോക്കാം. അതിലേക്കുള്ള ചേരുവകൾ: സവാള, ക്യാരറ്റ്, ബീൻസ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കിഴങ്ങ്. ആദ്യമേ പാൻ ചൂടായിട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ മൊരിപ്പിക്കണം. അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കണം. നമ്മുടെ ഇതിനനുസരിച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ മൊരിഞ്ഞ് വരും. നല്ലപോലെ മൊരിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിയിരിക്കുന്ന 4 പച്ചമുളക്, ചെറിയതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അത് നല്ലപോലെ മൂപ്പിച്ച് എടുക്കണം. ഇപ്പം സവാള മീഡിയം മൂപ്പാകുമ്പോഴേ ഇതൊക്കെ ഇട്ട് കൊടുത്തൊന്ന് എടുക്കണം. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലപോലെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അതിൻ്റെ പെട്ടെന്ന് നല്ല വൃത്തിക്ക് മൂത്ത് വരും. നല്ലപോലെ മൊരിയണം കേട്ടോ സവാള, അല്ലെങ്കിൽ ടേസ്റ്റ് എടുത്തില്ല. മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് ഇളക്കുക. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിലേക്ക് ബാക്കിയിരിക്കുന്ന ബീൻസും ക്യാരറ്റും കിഴങ്ങും കൂടി ഇട്ട് ഒന്ന് ഇളക്കണം. അതിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി അത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോഴത്തേക്ക് പച്ചമണം മാറും. അത് ചെയ്യുമ്പോഴും ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യാവുള്ളൂ. മീഡിയം വെക്കൽ, ലോ ഫ്ലെയിം ആയിരിക്കണം. നല്ലപോലെ പച്ചമണം മാറാൻ വേണ്ടി ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രീൻ പീസ് ആറിയിട്ടുണ്ട്. അതിൽ വെള്ളം കാണുമല്ലോ, ആ വെള്ളം കുറച്ചങ്ങോട്ട് ഒഴിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് വെന്ത് കിട്ടും. ഒരുമാതിരി ഒരു 80% അല്ലെങ്കിൽ 70% നമുക്ക് വെന്ത് കിട്ടും നല്ലപോലെ കിഴങ്ങും ക്യാരറ്റും. അത് വെന്ത് കഴിയുമ്പോൾ അതൊന്ന് ഇളക്കാൻ വെക്കണം. ഇളക്കാൻ വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി നമുക്ക് വെന്ത് കിട്ടും. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച പാലപ്പം കൂടെ നോക്കിയാലോ. രാവിലത്തെ പാലപ്പത്തിലുള്ള മാവ്, ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇട്ടേക്കാം. അപ്പോൾ ചട്ടി അടുപ്പ് വെച്ച് നമ്മൾ പാലപ്പത്തിനുള്ള മാവ് ഒഴിച്ച് കറക്കുവാണേ. നല്ല വൃത്തിക്ക് വട്ടത്തിന് വേണ്ടിയിട്ട് വന്നില്ല, കുറച്ച് മാവ് ഒഴിച്ചുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പാലപ്പത്തിന് വേണ്ടി ഉള്ളത് പാലപ്പം ചുട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്ക് നമ്മുടെ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഒക്കെ നമ്മുടെ കറി ഡ്രൈ ആയിട്ട് ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചത് മുമ്പത്തെ നമ്മുടെ തേങ്ങാപ്പാലല്ല തേങ്ങ അരച്ച് നല്ലൊരു പേസ്റ്റാക്കി വെച്ച് അത് അങ്ങോട്ട് ഒഴിച്ച് ഇളക്കി വെക്കുക. അത് തിളയ്ക്കണം. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസിൻ്റെ ബാക്കിയുള്ള 8 പച്ചക്കറികളുണ്ടല്ലോ, കിഴങ്ങൊക്കെ നല്ല വെന്ത് വരും. അപ്പോൾ ഇതാണ് അപ്പോൾ റെഡിയായി. അപ്പം നമുക്ക് അടുത്ത പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂട് സോഫ്റ്റ് പാലപ്പമാണ്. നല്ല കോമ്പിനേഷനാണ് പാലപ്പം ഗ്രീൻ പീസും കണ്ട. അപ്പോഴത്തേക്ക് അത് ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ കറി തിളച്ച് അതിലേക്ക് നമ്മൾ മാറ്റിച്ച് നമ്മൾ ഗ്രീൻ പീസും കൂടെ ഇട്ട് ഒന്ന് തിളയ്ക്കണം. നല്ലപോലെ ഇളക്കണം. ഇളക്കി കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം കേട്ടോ. അതും ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്താൽ മതി, മീഡിയം ഒന്നും ചെയ്യാൻ പോകണ്ട. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കി നമുക്ക് സെർവ് ചെയ്യാം. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പം ഗ്രീൻ പീസ് അറിയാം. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഫീഡ്ബാക്ക് എന്നോട് പറയണം, മറക്കല്ല്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് ചെയ്തേക്ക്. ഇതുപോലെ പുതിയ ഇടുന്നത് എല്ലാവർക്കും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.